ഡിയേഴ്സ്, ഞങ്ങളുടെ എൻ്റെ നാട്ടിലെ അയ്യപ്പൻകാവിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, മുൻപ് ഷൂട്ടിങ് നടന്നിരുന്ന സ്ഥലമാണ്. അമൃതം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ നടന്ന ഭാഗമാണ് കേട്ടോ. അതൊക്കെയും കനാലാണ് കേട്ടോ. അത് ഇപ്പോൾ ഒക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഒരു പാലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ മുൻപേ അമൃതം സിനിമയിൽ അരുണിനെ മറ്റേ ബാബുരാജ് വെട്ടുന്നതൊക്കെ ഈ ഒരു കനാലിൻ്റെ അവിടെ ഈ പാലത്തിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ കനാലിൻ്റെ രണ്ട് സൈഡിലും കണ്ടോ നിറയെ ശീമക്കൊന്ന ഈ മരങ്ങളൊക്കെ വളർന്നിട്ട് കനാലിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിലൊന്നും കുളിക്കാനൊന്നും പറ്റില്ല, പക്ഷെ ആ അറ്റത്തും മറ്റേ അങ്ങടുള്ള അറ്റത്തും കുളിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ മുൻപ് ഷൂട്ടിങ് നടന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ അയ്യപ്പൻകാവിലെ കുളത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ആദ്യം കാല് കഴുകിയിട്ട് അങ്ങോട്ട് തൊഴുകാൻ കയറാണ് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലക്കുളം. ഇപ്പോൾ ഒക്കെ ചണ്ടിനൊന്ന് മൂടിക്കിടക്കുകയാണ്, വെള്ളം കുറവാകും കൊണ്ടായിരിക്കും. മുൻപ് ഒരു ദിവസം ഞങ്ങൾ അമൃതം ഷൂട്ടിങ് ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കാണാൻ വന്നപ്പോഴാണ് ഈ കൽപ്പടവിൽ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു വയലറ്റ് പാവാടിയും ചെമ്പറും ഇട്ട ഒരു കുട്ടി എങ്ങനെ ഇരുന്നിട്ട്, ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടാണ്. കുറച്ചേരം ഞങ്ങളവിടെ ഇരുന്നു. പക്ഷെ മുകളിൽ ക്യാമറയും വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് സംഗതി മനസ്സിലായി. കുറച്ചേരം കൂടി നിന്ന് ഷൂട്ടിങ് മനസ്സിലായപ്പോൾ ഭാവനയാണെന്ന് മനസ്സിലായത് അപ്പോഴാണ് കേട്ടോ. അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഒരു വേറെ തന്നെയായിരുന്നു. ഇത് മഴക്കാലമായാലൊക്കെ വെള്ളം നിറഞ്ഞാൽ ഈ ചണ്ടിയൊക്കെ പോകും കേട്ടോ. മക്കളൊക്കെ മീനുണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനൊന്നും കാണാനില്ല. അതാ കുഞ്ഞു മീനുകളേ ഉള്ളൂ. മുന്നേയൊക്കെ നല്ല വലിയ മീനുകളായിരുന്നു. കാലൊന്നിങ്ങനെ ജസ്റ്റ് മുക്കട്ടെ. അങ്ങോട്ട് വഴുക്കല, അങ്ങോട്ട് ഇടണ്ട. അത്ര മതി. അപ്പം അതാണ് അയ്യപ്പൻകാവ്. ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനി തൊഴുത് കഴിഞ്ഞിട്ട് അമ്പലമൊക്കെ ഇങ്ങനെ വീഡിയോ കൂടെ കാണിച്ചു തരാം. പിന്നെ ഉണ്ട് ഒരു വള്ളൂർമന ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് മുൻപ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എല്ലാ ഷൂട്ടിങ്ങും പകുതി മുക്കാലും ഷൂട്ടിങ് നടന്നിരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ നാട്. ഇപ്പോൾ ആ വള്ളൂർമനയൊക്കെ അടച്ച് പൂട്ടി കിടക്കുകയാണ്. മുമ്പത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻഭാഗം. ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുത് അങ്ങനെ ഇറങ്ങി. മുൻപൊക്കെ ദിവസം വന്നിരുന്ന അമ്പലമാണേ. അവിടെയാണ് വഴിപാട് കൗണ്ടറൊക്കെ. ഇത് കൂടെയാണ് കേട്ടോ, ശരിക്കുള്ള വഴി വേറെ ഉണ്ട്. ഇത് ചെമ്പകമരം കേട്ടോ. അത് മുൻപേ ഉള്ള മരമാണ്. ഇവിടെ വന്നാൽ ഞാനൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും തിരയും, പൂവുണ്ടാവണ കാലത്ത് ചെമ്പകപ്പൂവ് തിരയണ ഒരു ഭാഗമായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ മരം അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ കല്യാണമൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. ഇപ്പോൾ ഭക്ഷണം കൊടുക്കണ ഭാഗമൊക്കെ അതാണ്. പിന്നെ ഇവിടെയാണ് മുൻപേ നല്ല ഇപ്പോഴും നാടകം, ബാലെ ഇതൊക്കെ നടക്കണം കേട്ടോ. ഞാനൊക്കെ ഇതിൻ്റെ മുന്നിൽ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. മുൻപ് ഒരുപാട് നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താലപ്പൊലിയാണ് കേട്ടോ ഈ അയ്യപ്പൻകാവിലെ മെയിൻ ആഘോഷം. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വള്ളൂർമന കാണാൻ പോവാണ് കേട്ടോ.
കൊട്ടാരത്തിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഈ വഴി ഇങ്ങോട്ട് ഇറങ്ങി. ഇനി നമ്മുടെ വള്ളൂർ മനയ്ക്ക് പോവുകയാണേ. മുൻപത്തെ ഷൂട്ടിംഗ് വഴികളാണ് കേട്ടോ അതൊക്കെ. ഇതിലൂടെയാണ് പല നടന്മാരും നടിമാരും ഒക്കെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ടൊക്കെ കുറേ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്രയും എണ്ണം പറയാൻ പറ്റില്ല. അപ്പോൾ ആ മനയൊക്കെ പൂട്ടി. ഇതാണ് മനയ്ക്ക് തിരിയണ റോഡ്. ഈ സൈഡിലായിട്ടാണ് കേട്ടോ ഈ നളചരിതം 4-ാം ദിവസം ഷൂട്ടിംഗ് ഉണ്ടല്ലോ. അത് എന്താ പറയുക, മറ്റേ ഷാജു ചാന്ദ്രി അവരൊക്കെ ഇവിടെ വെച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ. ആ സിനിമ കഴിഞ്ഞപ്പോഴാണ് രണ്ടാളും കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചത്. ഈ ഭാഗത്തായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ റബ്ബറും കാടാണ്. വള്ളൂർ മനയുടെ തല കണ്ടു തുടങ്ങി. ഇപ്പൊക്കെ ഈ ഭാഗം കണ്ട സങ്കടം വരും കേട്ടോ. ഒരു ഷൂട്ടിംഗ് വണ്ടി വന്നാലേ ആ സമയത്ത് ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് കാല് കുത്താൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ജനങ്ങളെ മുഴുവൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് വള്ളൂർമൻ്റെ ഗേറ്റ്. ഇവിടേക്ക് കയറാനൊന്നും പറ്റും തോന്നുന്നില്ല കേട്ടോക്ക്. കാരണം ഇപ്പോൾ അവിടെ കണ്ടോ ആയുർ സൗഖ്യ ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻ്ററാണ് കേട്ടോ. ഇതാണ് വള്ളൂർമനയുടെ ഗേറ്റ്. ഇവിടുത്തെ വലിയൊരു ഓർമ്മ എന്താ വെച്ചാൽ സംയുക്തമ്മയുടെ ഫസ്റ്റ് സീൻ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് സീൻ പറഞ്ഞാൽ ബാഗും തോളത്തിട്ടിട്ട് മറ്റേ മസാജ് അത് വിൽക്കാൻ വരുന്ന ആളായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ അങ്ങനെ കസേര ഇട്ടിട്ട് ജയറാം ഇരിക്കണതും ഒക്കെ ആയിട്ടുള്ള ഫസ്റ്റ് സീനുണ്ടല്ലോ. ആ സീൻ ഇതാണ്ടോ, ആ മതിലിൻ്റെ അറ്റത്ത് കസേര ഇട്ടിട്ട് ജയറാം ഇരിക്കണ സീന്. പിന്നെ കണ്ടോ അവിടെ സിദ്ദിഖും അവരൊക്കെയും നന്നായി അഭിനയിച്ച സീനുകളുള്ള വീടാണ് കേട്ടത്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല അമൃതം സിനിമയിൽ ആരുടെ വീടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പത്മപ്രിയയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. കിളിച്ചുണ്ടമ്പഴത്തിലെ സലീം കുമാർ മൂച്ചിൻ്റെ മുകളിൽ അങ്ങോട്ട് എടുത്ത് ചാടുന്ന സീനൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. ഇതാണ്ട ശ്രീനിവാസൻ്റെ വീടും ഇതാണ് കേട്ടോ. കിളിച്ചുണ്ടമ്പഴത്തിൽ ശ്രീനിവാസൻ്റെ വീടും ഈ വീടായിരുന്നു. ആ സിനിമ കാണുമ്പോൾ ഇനി ഓർക്കണേ, അമ്മൂസിനൊന്ന് ഓർക്കണം കേട്ടോ. അമ്മൂസ് ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത നാട്ടിൽ ജനിച്ചു വളർന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജനിച്ചത് പൂനെയിലാണ് കേട്ടോ, ബോംബെയിലെ പൂനെയിലാണ്. 3 വയസ്സായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് അതിന് 3 വയസ്സിന് ശേഷം ഞാൻ ഈ നാട്ടിലാണ് ജീവിച്ചത്. എൻ്റെ അടുത്താണ് കേട്ടത് ഈ വള്ളൂർ മനയൊക്കെ. എനിക്ക് വാക്കുകളൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട്, കാരണം സങ്കടം വരും എപ്പോൾ ആ മനേൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട്. ആ സിനിമ ഈ വീട് കാണുന്നവർക്കറിയാം അപ്പോൾ എൻ്റെ ഒരു ഫീൽ എന്താണെന്ന്. ഷൂട്ടിങ് നടക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൂടെ ഇങ്ങോട്ട് കയറിയിട്ട് ഈ മതിലിൻ്റെ മുകളിലാണ് കേട്ടോ നിൽക്കൽ. ഇവിടെ നിൽക്കും. ഇതുണ്ടോ ഈ അവിടെ അങ്ങനെയാണ് ഈ കണ്ണൂർ ശ്രീലത അവരൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ഓർമ്മ എന്താണെന്നറിയോ ഈ വീടിൻ്റെ ഓർമ്മ? പ്രവീണ, നമ്മുടെ സിനിമാ നടി പ്രവീണ ഉണ്ടല്ലോ, ഇത് കൂടെ ആണ് വണ്ടിയിൽ വന്നിറങ്ങി ഇത് കൂടെ അങ്ങനെ നടന്ന് കയറുന്ന ഒരു ദൃശ്യം ഉണ്ടല്ലോ. അത് എന്താ പറയുക, മറക്കില്ല, ഒരു കാലത്ത് മറക്കില്ല. അന്ന് മുതൽ പ്രവീണ എൻ്റെ ഇഷ്ട നടിയാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് പ്രവീണേനെ, കാരണം ഞാൻ നേരിട്ട് അത്രയും അടുത്ത് കണ്ടതാണ്. ഞങ്ങൾ ഈ മതിലിൻ്റെ അവിടെ അങ്ങനെ ഇരുന്നിരുന്നു. അപ്പോൾ ഒരു നീല ലാച്ചിട്ടിട്ട് എന്തോരു ഭംഗിയായിരുന്നു അറിയോ. ഇപ്പോൾ പ്രവീണൻ്റെ ഒരവസ്ഥ നല്ല തടിച്ച് ആളാകെ മാറിയിട്ട് കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് കേട്ടോ അന്നത്തെ രൂപം ആലോചിക്കുമ്പോൾ. ഈ സ്ഥലങ്ങളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഞങ്ങളുടെ പഴയ ഓർമ്മകൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഗേറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ സംയുക്തമ്മയുടെ അരങ്ങേറ്റം എന്ന് പറയാം. തുടക്കത്തിലുള്ള ഫസ്റ്റ് സീൻ ഇവിടെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ മുടി കണ്ടിട്ടേ സംയുക്തമ്മയുടെ മുടിയുമായിരുന്നു ഞങ്ങളുടെ കണ്ണ് മുഴുവൻ കേട്ടോ. അത്രയും തോനെ മുടിയായിരുന്നു. സംയുക്തമ്മ ഉള്ള നടീനെ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ നാട്ടുകാരും ഞാനും. അപ്പോൾ ഞങ്ങളിതങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ.
തിരിച്ച് പോവുകയാണേ. ഇനി വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി കണ്ടതിലും ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലൊക്കെ എത്തിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ നാടിൻ്റെ ചരിത്രം, ആ സ്ഥലങ്ങൾ ഒക്കെ കാണിക്കാൻ പറ്റിയതിൽ എനിക്കും കാണാമല്ലോ ഇനി വീഡിയോ കൂടെ. എൻ്റെ നാടും കുറേ ഓർമ്മകളും ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യത്തെ മടങ്ങിപ്പോക്കിൻ്റെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.